Welcome to today's class, dear students. Today we are going to cover second module of Computer Programming and Computational Techniques of Civil Engineering KTU syllabus. This is the first part of second module. So let's start. So, we module 2 il cover cheyyunnathu looping statements aanu. For is there, while and do while statements. Avarana looping statements. Nammala syllabus il mention cheydirikkunna looping statements for while and do while. Okay. Adinte kode jump statements also we have to learn. That's a break, continue, go to and exit. Idu koodade we'll go through arrays. We'll see what is an array, how to initialize an array, what is single dimensional array, what is multi-dimensional array. Idinte ellam nammal examples kude padikkum. Okay. So ആദ്യം നമ്മൾ for statement ആണ് പഠിക്കുന്നത്. അത് looping statement ആണ്. നമുക്ക് മൂന്ന് looping statement ആണ് സിലബസിൽ എടുത്ത് പറഞ്ഞിരിക്കുന്നത്, for, while and do while. So first നമ്മൾ for statement ആണ് പഠിക്കുന്നത്. അതൊരു repetition control structure ആണ്. Looping statement. What is a loop? അതൊരു cycle rotate ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. Okay. So അതൊരു repetitive process ആണ്. Repetitive control process ആണ്. Control means ഒരു condition കൊടുത്തിട്ടുണ്ടാവും. ആ condition അനുസരിച്ച് ഒരു particular number of times അത് loop ഇങ്ങനെ rotate ചെയ്തുകൊണ്ടേയിരിക്കും. Okay. ചെയ്തുകൊണ്ടേയിരിക്കും. So when the condition becomes wrong, ആ loopൽ നിന്നും exit ആയി ബാക്കി statements ചെയ്യും. അതാണ് ഒരു for statement. Okay. Syntax എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ for initialization you have to put semicolon, then condition, again semicolon, then increment. So increment or decrement, ചില കേസിൽ decrement minus ആയി വരേണ്ടി വരും, counter കുറഞ്ഞു വരേണ്ടി വരും, ചിലപ്പോൾ കൂടി വരേണ്ടി വരും. So based on that give increment or decrement. അത് കഴിഞ്ഞ് curly bracket open ചെയ്യാം, statements എഴുതുക, അതാണ് loop. കണ്ടോ, ഈ bracket open ചെയ്ത് bracket close ചെയ്യുന്നതിനകത്ത് വരെ നമ്മൾ എഴുതുന്ന സംഭവമാണ്, ഇതാണൊരു loop. ഇതാണ് loop. അപ്പം ഈ ലൂപ്പ് ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ ഒരു പെർട്ടിക്കുലർ ലൂപ്പ് ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ. സോ എപ്പോഴാണോ കണ്ടീഷൻ, ഓരോ സമയത്ത് നമ്മൾ ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഇതാണ് ഇനിഷ്യലൈസേഷൻ വാല്യൂ. വാല്യൂ ഓരോ തവണയും ഇൻക്രീസ് ചെയ്ത് വരും. അതനുസരിച്ച് നമ്മൾ ഓരോ പ്രാവശ്യം കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഓക്കെ. ഇതാണ് അതിന്റെ ഒരു ഫ്ലോ ചാർട്ട്. നമ്മൾ ഇനിഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെന്റ് കിട്ടും, കണ്ടീഷൻ ചെക്ക് ചെയ്യും, ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്, ട്രൂ ആണെങ്കിൽ ഓരോ തവണയും കൂടി വരും. സോ ആ ഒരു കണ്ടീഷൻ പിന്നെ നമ്മൾ കൂടിയ ശേഷം വീണ്ടും പോയി കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ നമുക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അകത്തോട്ട് കയറും, കണ്ടീഷൻ തെറ്റാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലൂപ്പിൽ നിന്നും പുറത്തിറങ്ങും. ഇതാണ് ഫ്ലോ ചാർട്ട് ഫോർ ലൂപ്പിന്റെ. So here is an example for for loop, that is program to print numbers from 10 to 20 using for loop. 10 മുതൽ 20 വരെ നമുക്ക് for loop വെച്ചിട്ട് പ്രിന്റ് ചെയ്യണം. That is 10, 11, 12 up to 20. നമുക്കറിയാം ഇൻറ്റ് മെയിൻ വന്നു. ഇവിടെ നമുക്ക് വേരിയബിൾ യൂസ് ചെയ്തിരിക്കുന്ന ഐ ആണ്, ഇന്റിജർ ആയിട്ട് ഡിക്ലെയർ ചെയ്തു. ഐ ആണ് ഇവിടെ കൗണ്ടർ ആയിട്ട് യൂസ് ചെയ്യുന്നതും അറ്റ് ദ സെയിം ടൈം ഐ എന്ന് പറയുന്നതാണ് വാല്യൂ. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ലൈൻ സി ഔട്ട് നമ്പേഴ്സ് ആർ. സോ അതിവിടെ എഴുതി വരും, നമ്പേഴ്സ് ആർ, എന്നിട്ട് കോളൻ വരും. ഓക്കെ. അതിനുശേഷമായിരിക്കും നമ്മൾ പ്രിന്റ് ചെയ്യുന്നത്. അപ്പൊ ആദ്യമേ ഫോർ ലൂപ്പിൽ കയറി, ഫോർ ഐ ഈസ് ഈക്വൽ ടു 10, വാല്യൂ ഇനിഷ്യലൈസ് ചെയ്തു. I less than or equal to 20, കണ്ടീഷൻ ചെക്ക് ചെയ്ത് 20ഓ 20ൽ താഴെയോ ആണ് കണ്ടീഷൻ. അതാണ് നമുക്ക് കണ്ടീഷൻ, ട്രൂ കണ്ടീഷൻ. ഇത് ട്രൂ ആണെങ്കിൽ ഇതിനകത്തോട്ട് കയറും, അല്ല എങ്കിൽ ഇതിന്റെ പുറത്ത് വരും. ഓക്കെ. അത് കഴിഞ്ഞിട്ട് I plus plus, I plus plus is same as I is equal to I plus 1, that we have seen when we studied increment and decrement operators. ഓക്കെ. സോ അപ്പൊ നമുക്ക് ഇനിഷ്യലൈസ് ചെയ്തു, കണ്ടീഷൻ ചെക്ക് ചെയ്തു, ഇൻക്രിമെന്റ് കൊടുത്തു. ആൻഡ് ദെൻ നമ്മൾ ഐ ഈസ് ഈക്വൽ ടു 10 ലൂപ്പിന്റെ ഉള്ളിൽ കയറി. ആൻഡ് 10 is less than 20 ആണല്ലോ. സോ ലൂപ്പിന്റെ ഉള്ളിൽ കയറി സി ഔട്ട് ഐ, ദാറ്റ് ഇറ്റ് വിൽ പ്രിന്റ് ഐ പ്രിന്റ് ചെയ്ത് കൊടുത്തു. ഐ പ്രിന്റ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ ഇവിടെ ഒരു ബാക്ക് സ്ലാഷ് എൻ കൊടുത്തിട്ടുണ്ട്.
ബാക്ക്സ്ലാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പ്രിന്റ് ചെയ്യുന്നത് അടുത്ത ലൈനിൽ പ്രിന്റ് ചെയ്യണം, അതായത് താഴെ പ്രിന്റ് ചെയ്യണം, അങ്ങനെയാണ് മീനിങ്. ഇപ്പം ഇവിടെയും നമ്പേഴ്സ് ആർ, ഇവിടെയും നമ്മളൊരു ബാക്ക്സ്ലാഷ് എൻ കൊടുത്തിട്ടുണ്ട്. അതും ഇതേപോലെ തന്നെ നമ്പേഴ്സ് ആർ പ്രിന്റ് ചെയ്ത ശേഷം താഴത്തെ ലൈനിൽ വാല്യൂസ് പ്രിന്റ് ചെയ്യണം. അതുകൊണ്ടാണ് ഇവിടെ താഴെ പ്രിന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ അവിടെ 10 പ്രിന്റ് ചെയ്തു. 10 പ്രിന്റ് ചെയ്ത് കൺട്രോൾ താഴെ വന്ന ശേഷം വീണ്ടും അത് മുകളിൽ പോകും. വീണ്ടും അത് ഫോറിൽ പോയിട്ട് എന്താ ചെയ്യുന്നത്? 10 എന്ന് പറയുന്നത് ഇൻക്രിമെന്റ് ആയി യു ഗെറ്റ് 11. 11 കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ലെസ് ദാൻ 20. സോ അഗൈൻ ഇറ്റ് വിൽ പ്രിന്റ് 11 ആൻഡ് നെക്സ്റ്റ് ലൈനിൽ വീണ്ടും ചെക്ക് ചെയ്യും. 11 12 ആവും. 12 is less than 20. It will print 12. അങ്ങനെ നമ്മൾ ഒരു 19 വരെ നോർമൽ ആയിട്ട് പ്രിന്റ് ചെയ്തു. 19 പ്രിന്റ് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും അത് മുകളിൽ പോയി ഫോർ ലൂപ്പ് പോയി 19 എത്ര ആവും? 20 ആകും. 20 is less than or equal to 20. ഈക്വൽ ടു കിടക്കുന്നതുകൊണ്ട് കണ്ടീഷൻ ഓക്കെ ആണ്. അതുകൊണ്ട് വീണ്ടും താഴെ വന്ന് 20 പ്രിന്റ് ചെയ്യും. That is, it does not know whether it has been finished or not. അറിയില്ല, നമ്മൾ കൊടുക്കണം അതനുസരിച്ച്. സോ വീണ്ടും അത് മുകളിൽ പോകും. മുകളിൽ പോയി 20 എന്നുള്ളത് 21 ആകും. കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടോ? 21 is less than or equal to 20. കണ്ടീഷൻ false അല്ലേ? false ആകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? പുറത്ത് return 0. That is, program is finished. പ്രോഗ്രാം ഫിനിഷ് ആയി നമുക്ക് ഔട്ട്പുട്ട് ഇങ്ങനെ ജനറേറ്റ് ആയി വരും. ഇതാണ് ഫോർ ലൂപ്പ് വെച്ചിട്ട് നമ്മൾ സിമ്പിൾ പ്രോഗ്രാം 10 to 20 എന്നുള്ള നാച്ചുറൽ നമ്പേഴ്സ് പ്രിന്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് is program to read 5 numbers and print the sum using for loop. അതായത് 5 നമ്പർ വാങ്ങിക്കണം, റീഡ് ചെയ്യണം, അവരുടെ എല്ലാവരുടെയും കൂടെ സം പ്രിന്റ് ചെയ്യണം. സം മാത്രം പ്രിന്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്റ് ഐ നമ്മൾ കൗണ്ടർ സെറ്റ് ചെയ്തു. നമ്പറിന് നമ്മൾ n എന്ന പേര് കൊടുത്തു. ആൻഡ് സം നമ്മുടെ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സം ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് നമ്മൾ ഇനിഷ്യലൈസ് ചെയ്തു. അതെന്താന്ന് താഴെ പറഞ്ഞുതരാം. അത് കഴിഞ്ഞ് ഫോർ ലൂപ്പിൽ വന്നു. ഫോർ ഐ ഇസ് ഈക്വൽ ടു 1, I less than or equal to 5, I plus plus, I is equal to 1. ഇനിഷ്യലൈസ് ചെയ്യാൻ I നമ്മൾ ആദ്യത്തെ നമ്പർ എൻറ്റർ ചെയ്യുമ്പോൾ 1, രണ്ടാമത്തെ നമ്പർ എൻറ്റർ ചെയ്യുമ്പോൾ I plus 1 I അല്ലെ 2, അങ്ങനെ വന്ന് I less than or equal to 5. അങ്ങനെ 5 നമ്പർ നമ്മൾ വാങ്ങിക്കും. ഓക്കെ, സോ ആദ്യം I is equal to 1. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? ഫസ്റ്റ് നമ്പർ നമുക്ക് എന്ത് വരും? ഫസ്റ്റ് നമ്പർ നമ്മൾ ഇവിടെ വന്ന് C in n. നിങ്ങൾ ആദ്യത്തെ നമ്പർ വാങ്ങിച്ചു. ആദ്യത്തെ നമ്പർ ഇങ്ങനെ ഒന്നൊന്നും എഴുതില്ല, ബട്ട് അങ്ങനെ ആണ്. ഓക്കെ, ഇത് എഴുതത്തില്ല. ഈ 1 2 3 എന്നൊന്നും എഴുതില്ല. സോ നമ്മൾ 5 എന്ന് എഴുതി വന്നു. അത് കഴിഞ്ഞ് എന്താ ചെയ്യുന്നത്? 5 നമ്പർ യു ഗോട്ട്. ദെൻ നെക്സ്റ്റ് ലൈൻ സ്റ്റേറ്റ്മെന്റ് സം ഇസ് ഈക്വൽ ടു സം പ്ലസ് n. അത് നമ്മളിപ്പോൾ റൈറ്റ് സൈഡിലും സം കിടപ്പുണ്ട്. നമ്മൾക്കിപ്പോൾ അറിയാം നമ്മൾ ആക്ച്വലി ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ നമ്പേഴ്സിനെ എല്ലാവരെയും ഫസ്റ്റ് നമ്പറിനെ ആദ്യം 0യുടെ കൂടെ ആഡ് ചെയ്ത ശേഷമാണ് നമ്മൾ അതിനെ വെച്ചു. അത് കഴിഞ്ഞ് നെക്സ്റ്റ് നമ്പർ വന്നു, പിന്നെ നെക്സ്റ്റ് നമ്പർ, അങ്ങനെയാണ് നമ്മൾ സീക്വൻസ് ആയിട്ട് ആഡ് ചെയ്ത് പോകുന്നത്. സോ ആദ്യം തുടങ്ങാൻ വേണ്ടിയിട്ട് സമ്മിന് ഒരു വാല്യൂ വേണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 0 എന്നുള്ളത് സമ്മിന് അസൈൻ ചെയ്ത് കൊടുത്തത്. അതാണ് ഇനിഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെന്റ്. സോ 0 പ്ലസ് 5 യു വിൽ ഗെറ്റ് 5. സമ്മ് 5 ആവും. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ എന്താ ചെയ്യുന്നത്? വീണ്ടും നമ്മൾ മുകളിൽ പോയി കൗണ്ടർ 1 plus 1 2 ആയി. അതായത് രണ്ടാമത്തെ നമ്പർ 2 എന്നുള്ളത് 5നേക്കാളും കുറവാണ്. സോ രണ്ടാമത്തെ നമ്പർ നിങ്ങൾ എന്താ കൊടുത്തേ? നമ്മൾ രണ്ടാമത്തെ നമ്പർ 6 കൊടുത്തു. സിംഗിൾ ഡിജിറ്റോ ഡബിൾ 2 ഡിജിറ്റോ 3 ഡിജിറ്റോ എന്ത് വേണമെങ്കിലും കൊടുക്കാം. സോ 6 കൊടുത്തു. 6 കൊടുത്തു കഴിഞ്ഞപ്പം സം ഇസ് ഈക്വൽ ടു സം പ്ലസ് n. പ്രീവിയസ് സം നമ്മൾ എത്ര കണ്ടുപിടിച്ചു വെച്ചിരുന്നത്? 5 ആയിരുന്നു. 5ന്റെ കൂടെ നമ്മൾ 6 കൂടെ കൂട്ടും. അപ്പൊ സം എത്രയായി? 11 ആയി. അത് സമ്മിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. വീണ്ടും മുകളിൽ പോവും. മൂന്നാമത്തെ നമ്പർ ചോദിക്കും. 3 5നേക്കാളും കുറവാണ്. സോ മൂന്നാമത്തെ നമ്പർ നമ്മൾ കൊടുത്തു. മൂന്നാമത്തെ നമ്പർ നിങ്ങൾ 1 ആ കൊടുത്തത്. സോ അപ്പം 11 plus 1 that will become 12. അത് കഴിഞ്ഞ് വീണ്ടും മുകളിൽ പോയി ഫോർത്ത് നമ്പർ വാങ്ങിച്ചു. ഫോർത്ത് നമ്പർ നിങ്ങൾ 2 ആ കൊടുത്തതെന്ന് വെച്ചോ. അപ്പം 2 കൊടുത്തു. ഓക്കെ, അപ്പൊ എത്രയായി? 12 plus 2 14 ആയി അല്ലെ. വീണ്ടും നമ്മൾ മുകളിൽ വന്നു. 5 ആയി. 5 is equal to 5 ആണല്ലോ. അപ്പൊ നമ്മൾ ആ നമ്പർ മേടിച്ചു. ആ നമ്പർ ഇപ്പൊ സപ്പോസ് 1 ആണെന്ന് വെച്ചോ. 1 കൊടുത്തു. അപ്പൊ നമുക്ക് എത്രയായി? ആൻസർ 15 ആയി. സമ്മിന്റെ വാല്യൂ എത്രയായി? 15 കിട്ടി അല്ലെ. ഇനിയും വീണ്ടും മുകളിൽ പോകുന്നു. എങ്ങനെയാവും? ഇവിടെ I plus 1 6 ആവും. 6 ആവുമ്പോൾ കണ്ടീഷൻ അവിടെ തെറ്റുമ്പം നമ്മളിങ്ങ്
പുറത്തിറങ്ങും. സോ ആക്ച്വലി സമ്മിനകത്ത് ഇപ്പൊ എന്താ സ്റ്റോർ ആയിരിക്കുന്നത്? 15 എന്നുള്ള നമ്പർ സമ്മിന്റെ ഉള്ളിൽ സ്റ്റോർ ആയിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇവിടെ വന്നിട്ട് പുറത്ത് വന്ന് സി ഔട്ട് സം ഈസ് സം. സം എന്ന് ഇതുപോലെ തന്നെ എഴുതി വരും. അതിനുശേഷം സം നമുക്ക് എത്ര കിട്ടിയ 15 കിട്ടി. സമ്മിന്റെ വാല്യൂ നമ്മൾ പ്രിന്റ് ചെയ്ത് വരും. ആൻഡ് ദെൻ റിട്ടേൺ 0. ക്ലിയർ ആയത്? ഇപ്പൊ 5 plus 6 plus 1 plus 2 plus 1, 5 plus 6 11 12 13 14 and 14 plus 1 15 നമുക്ക് കിട്ടിയല്ലോ. സോ ഇതാണ് നമ്മുടെ ആൻസർ. ഇങ്ങനെയാണ് നമ്മൾ സം ഓഫ് n നമ്പേഴ്സ് കണ്ടുപിടിച്ചത്. ഇപ്പൊ ഇവിടെ n നമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ സം ഓഫ് n നമ്പേഴ്സ്, ഇവിടെ നമ്മൾ 5 നമ്പേഴ്സിനെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. സം ഓഫ് n നമ്പേഴ്സ് ആണെങ്കിൽ നമ്മൾ ഇവിടെ ലിമിറ്റും കൂടെ കൊടുക്കണം, ഇന്റിജർ ലിമിറ്റും കൂടെ കൊടുക്കണം. ലിമിറ്റ് അതായിരിക്കും ഈ 5ന്റെ സ്ഥലത്ത് നമ്മൾ അവിടെ ആ ലിമിറ്റ് എന്നുള്ള വേരിയബിൾ ആയിരിക്കും സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പൊ അത് വെച്ച് സെലക്ട് ചെയ്ത് ചെക്ക് ചെയ്ത് പൊക്കോളും. ഓക്കെ, next question is to print factorial of a number. നമുക്കറിയാം നമ്മൾ ഇവിടെ ഇന്റിജർ ആയിട്ട് I കൗണ്ടർ ഉണ്ട്. n is a number whose factorial we have to find and factorial is the final answer. Okay, so enter the number. നമ്മൾ n എന്ന് പറയുന്ന നമ്പർ വാങ്ങിച്ചു. ഇവിടെ നമ്മൾ n ന്റെ വാല്യൂ 3 ആണ് കൊടുത്തിരിക്കുന്നത്. ലൂപ്പിൽ കയറി I is equal to 1, I less than or equal to n, I plus plus. Okay, ലൂപ്പിനകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാക്ടോറിയൽ is equal to factorial into I, അതായത് ലെഫ്റ്റ് സൈഡിലുള്ളത് റൈറ്റ് സൈഡിലോട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താണ് ചെയ്യുന്നത്. ആദ്യം ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ ഫാക്ടോറിയൽ is equal to 1 എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മൾട്ടിപ്ലിക്കേഷൻ എപ്പോഴും 1 ഇനിഷ്യലൈസ് ചെയ്യണം, അഡിഷൻ എപ്പോഴും 0 വേണം ഇനിഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അപ്പൊ നമുക്ക് ഇവിടെ എങ്ങനെയായി? ഐയുടെ വാല്യൂ 1 ആണ് അല്ലെ? അപ്പൊ നമുക്ക് 1 into 1 അത് എത്രയായി? 1 കിട്ടി. ഓക്കെ, ഇനി നമ്മൾ വീണ്ടും ലൂപ്പിൽ കയറി ഐയുടെ വാല്യൂ എത്രയായി? 2 ആയി. 2 എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 3 ആണല്ലോ, ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്തു? ഈ ഫാക്ടോറിയലിന്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ആവും. ഐ അതായത് ഫാക്ടോറിയൽ ഇൻറ്റു ഇപ്പൊ നമ്മുടെ ഐയുടെ വാല്യൂ എത്ര? 2, റൈറ്റ്? സോ വി ഗോട്ട് 2 എന്ന് കിട്ടി. ഇനി നമ്മൾ വീണ്ടും ലൂപ്പ് റൊട്ടേറ്റ് ചെയ്തപ്പം നമുക്ക് എത്ര എക്സിക്യൂട്ട് ചെയ്തപ്പോൾ ലൂപ്പിന്റെ വാല്യൂ 3 ആയി. 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ is equal to ആണ് അല്ലെ? I is equal to ആണ്. അതായത് 3 is equal to 3 എന്ന് വന്നു. വീണ്ടും അകത്ത് വന്നു. അപ്പൊ ഈ 2 നമുക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. 2 into 3 എന്ന് പറഞ്ഞിട്ട് വന്നു. സോ യു ഗോട്ട് ദ ആൻസർ. നമുക്ക് അറിയില്ല ആൻസർ കിട്ടിയോ ഇല്ലയോ എന്ന്. നൗ ഇപ്പൊ നമുക്ക് 6 എന്ന് കിട്ടി. വീണ്ടും നമ്മൾ മുകളിൽ പോകുമ്പോൾ ഐയുടെ വാല്യൂ നൗ എത്രയായി? 4 ആയി. 4 എന്ന് പറഞ്ഞ ഇവിടെ കണ്ടീഷൻ തെറ്റിയില്ലേ? 4 എന്ന് പറഞ്ഞാൽ 3യെക്കാട്ടിലും വലുതാണ്. അപ്പൊ നമുക്ക് എന്താ സംഭവിച്ച? കണ്ടീഷൻ ഇവിടെ റോങ് ആയി. റോങ് ആയപ്പം ഇവിടെ ഫാക്ടോറിയലിന്റെ വാല്യൂ 6 എന്നായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇങ്ങ് പുറത്തു വന്നു. കണ്ടോ? അപ്പൊ നമുക്ക് ഇവിടെ സി ഔട്ട് ഫാക്ടോറിയൽ ഓഫ് അങ്ങനെ തന്നെ പ്രിന്റ് ചെയ്ത് വന്നു. എന്നിന്റെ സ്ഥലത്ത് എന്താണോ നമ്മൾ ഇവിടെ വാല്യൂ കൊടുത്തത് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വന്നു. ഇസ് ഈക്വൽ ടു അതുപോലെ വന്നു. കണ്ടോ? ഇവിടെ ഫാക്ടോറിയലിന് എന്തായിരുന്നു ആൻസർ കിട്ടിയത് ആ ആൻസർ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വന്നു. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണിത്. ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ യൂസിങ് ഫോർമുല. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്രിന്റ് ഫിബൊനാച്ചി സീരീസ്. ഇതാണ് നമ്മുടെ ഫിബൊനാച്ചി സീരീസ്. ഒരു ജനറൽ സീരീസ് ആണത്. ഫസ്റ്റ് വാല്യൂ സീരീസിന്റെ എപ്പോഴും 0 ആയിരിക്കും, അടുത്ത വാല്യൂ 1 ആയിരിക്കും. മൂന്നാമത്തെ വാല്യൂ 0യും 1ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ മൂന്നാമത്തെ വാല്യൂ കിട്ടും. ഈ വാല്യൂ ഇതും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വാല്യൂ കിട്ടും. ഇതും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വാല്യൂ കിട്ടും. ഇതും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വാല്യൂ കിട്ടും. കണ്ടോ? ഇതും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വാല്യൂ കിട്ടും. അങ്ങനെയാണ് പോകുന്നത്. പിന്നെ 5ഉം 8ഉം കൂടെ കൂട്ടും. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു സീരീസ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. So first value always it will be 0 and second value always it will be 1. So first 0, second 1. Third എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്റിജർ വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. I കൗണ്ടർ. n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റ് ആണ്. എത്ര എണ്ണം വേണം അതാണ് നമുക്ക് ലിമിറ്റ്. ഇവിടെ നമുക്ക് 5 എണ്ണമാണ്. അപ്പൊ കണ്ടോ 1 2 3 4 5 5 എണ്ണം. അതാണ് നമ്മൾ n. സോ n നിങ്ങൾക്ക് കിട്ടി. n നമ്മൾ കൊടുത്തു. സി n. അടുത്തത് സി ഔട്ട് ഫസ്റ്റ് എന്നുള്ള വാല്യൂ അങ്ങ് നേരെ പ്രിന്റ് ചെയ്താൽ മതി. 0 പ്രിന്റ് ചെയ്തു. അടുത്തത് \n ആണല്ലോ. അപ്പൊ അടുത്ത ലൈനിൽ എന്താ സെക്കൻഡ് പ്രിന്റ് ചെയ്യണം. സെക്കൻഡ് പ്രിന്റ് ചെയ്തു.
അടുത്ത നമ്മൾ ലൂപ്പിനകത്തിൽ കയറി ലൂപ്പ് I is equal to 3 എന്ന് പറഞ്ഞിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ബിക്കോസ് ഫസ്റ്റ് വാല്യൂ സെക്കൻഡ് വാല്യൂ നമ്മുടെ കഴിഞ്ഞു. അതുകൊണ്ട് നമ്മൾ 3 വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. I is equal to 3. I less than or equal to n ന്റെ വാല്യൂ എന്താണോ അവിടെ വരെ പോകണം. അതാണ് എണ്ണം, എത്ര എണ്ണം വന്നു എന്നുള്ളത്. ആ എണ്ണം ഇങ്ങനെ കൂട്ടി കൂട്ടി പോകും. I plus plus. പിന്നത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ ലൂപ്പിനകത്തിൽ തേർഡ് is equal to ഫസ്റ്റ് പ്ലസ് സെക്കൻഡ്. ഫസ്റ്റ് വാല്യൂ സെക്കൻഡ് വാല്യൂ കൂടെ കൂട്ടി നമുക്ക് തേർഡ് വാല്യൂ കിട്ടും. തേർഡ് വാല്യൂ നമ്മൾ ന്യൂ ലൈനിൽ പ്രിന്റ് ചെയ്യും. അപ്പൊ എത്ര 1 പ്രിന്റ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ എന്താ ആക്ച്വലി ചെയ്യുന്നത്? ആദ്യമേ ഇതായിരുന്നു ഫസ്റ്റ് വാല്യൂ, ഇതായിരുന്നു സെക്കൻഡ് വാല്യൂ. അപ്പൊ നമുക്ക് ഇത് തേർഡ് വാല്യൂ കിട്ടിയില്ലേ? അടുത്തത് എങ്ങനെയാ? ഇതാണ് നമ്മുടെ ഫസ്റ്റ് വാല്യൂ, ഇതാണ് നമ്മുടെ സെക്കൻഡ് വാല്യൂ. ഇനി ജനറേറ്റ് ചെയ്യുന്ന വാല്യൂ ആണ് നമ്മുടെ തേർഡ് വാല്യൂ ആണേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? സെക്കൻഡ് വാല്യൂ ആയിരുന്നത് എന്താണോ അത് നമ്മൾ ഫസ്റ്റ് വാല്യൂ ആക്കി കൺവേർട്ട് ചെയ്യും. അതാണ് ഫസ്റ്റ് is equal to സെക്കൻഡ്. നമ്മൾ പഠിച്ചു റൈറ്റ് സൈഡിൽ കിടക്കുന്നത് ലെഫ്റ്റ് സൈഡിലോട്ട് അസൈൻ ആവും. സോ നേരത്തെ ഉണ്ടായിരുന്ന സെക്കൻഡിൽ എന്ത് വാല്യൂ ആയിരുന്നോ അത് ഫസ്റ്റിലോട്ട് പോകും. തേർഡിൽ എന്ത് വാല്യൂ ആയിരുന്നോ അത് സെക്കൻഡിലോട്ട് പോകും. അപ്പൊ നമുക്ക് വീണ്ടും ഫസ്റ്റും സെക്കൻഡും കിട്ടി. ഇപ്പൊ 1 1 ആയി. വീണ്ടും ലൂപ്പ് മേലിൽ പോവും, സർക്കുലേറ്റ് ചെയ്യും. അങ്ങനെ നമുക്ക് n ന്റെ വാല്യൂ എത്രയാണോ കൊടുക്കുന്നത് അത്രയും വാല്യൂസ് നമുക്ക് ഇവിടെ താഴെ താഴെ പ്രിന്റ് ചെയ്ത് വരും. ഓക്കെ, ലൂപ്പ് കട്ട് ചെയ്യുന്ന സമയത്ത് പുറത്തു വന്നിട്ട് നമ്മുടെ പ്രോഗ്രാം തീരും. ഇതാണ് നമ്മുടെ ഫിബൊനാച്ചി സീരീസിന്റെ പ്രോഗ്രാം. ദിസ് ഈസ് ഓൾസോ ആൻ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്തത് നമ്മൾ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റിന്റെ വൈൽ സ്റ്റേറ്റ്മെന്റ്. നമുക്ക് സെറ്റ് ഓഫ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് ഫോർ വൈൽ ആൻഡ് ഡു വൈൽ, ഇത് മൂന്നെണ്ണമായിരുന്നു പഠിക്കാൻ സിലബസിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതിലെ ഫോർ നമ്മൾ ഓൾറെഡി പഠിച്ചു. ഇനി നമ്മൾ വൈൽ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഓക്കെ, അതാണ് പഠിക്കാൻ പോകുന്നത്. ഇതാണ് വൈൽ സ്റ്റേറ്റ്മെന്റിന്റെ സിന്റാക്സ്. അതായത് വൈൽ കണ്ടീഷൻ, ലൂപ്പിൽ കയറുമ്പോൾ തന്നെ നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ചെക്ക് ചെയ്ത് ട്രൂ ആണെങ്കിൽ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നു, ഫോൾസ് ആണെങ്കിൽ പുറത്തു വരുന്നു അല്ലെ. അതാണ് ഇഫ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ വൈൽ ലൂപ്പിന്റെ ബോഡി ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നു, ഫോൾസ് ആണെങ്കിൽ വൈൽ ലൂപ്പിന് പുറത്തോ എന്താണോ അത് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇതാണ് സിന്റാക്സ് ആൻഡ് ഫ്ലോ ചാർട്ട്. ഇവിടെ നമ്മൾ വൈൽ സ്റ്റേറ്റ്മെന്റ് എക്സാമ്പിൾ കണ്ടിരിക്കുന്നത് പ്രോഗ്രാം ടു ഫൈൻഡ് ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ യൂസിങ് ഫോർ ലൂപ്പ് പഠിച്ചു. സോ അപ്പൊ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സ്പെസിഫിക് ആയിട്ട് അവർ മെൻഷൻ ചെയ്തിട്ടില്ല എങ്കിൽ വൈൽ ലൂപ്പോ ഫോർ ലൂപ്പോ ഡു വൈൽ ലൂപ്പ് ഏത് ലൂപ്പ് വെച്ചിട്ട് വേണമെങ്കിലും നമുക്കത് സോൾവ് ചെയ്യാം. അതായത് ഒരു ക്വസ്റ്റ്യൻ ഏത് ലൂപ്പ് വെച്ചിട്ട് ആക്ച്വലി ചെയ്യാൻ സാധിക്കും. അപ്പൊ നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഔട്ട്പുട്ട് മാത്രം എഴുതിയാൽ മതി. സ്പെസിഫിക്കേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഏത് മെത്തേഡ് വേണമെങ്കിലും നമുക്ക് ഫോളോ ചെയ്യാം. ഇവിടെ നമ്മൾ സ്പെസിഫിക് പറഞ്ഞിട്ടുണ്ട്, വൈൽ വെച്ചിട്ട് കണ്ടുപിടിക്കുക. അപ്പൊ നമ്മളുടെ മറ്റേ പ്രോഗ്രാം തന്നെയാണ്. ഫോർ ലൂപ്പ് എഴുതി കഴിഞ്ഞാൽ ഫോർ ബ്രാക്കറ്റിൽ നമ്മൾ ഇനിഷ്യലൈസേഷൻ, സെമികോളൻ കണ്ടീഷൻ, സെമികോളൻ ഇൻക്രിമെന്റ്, അതാണല്ലോ നമ്മുടെ പ്രൊസീജിയർ. ഇവിടെ നമ്മൾ അതിനെ 3 സ്ഥലത്തായിരിക്കും എഴുതുന്നത്. സോ ഇവിടെ ഡിക്ലറേഷന്റെ സ്ഥലത്ത് തന്നെ നമ്മൾ I is equal to 1 ഇനിഷ്യലൈസ് ചെയ്തു. കണ്ടോ, കണ്ടീഷൻ നമ്മൾ വൈലിന്റെ കൂടെ കൂട്ടി, ഇൻക്രിമെന്റ് ഡിക്രിമെന്റ് നമ്മൾ ലൂപ്പിന് ഉള്ളിൽ എഴുതി, 3 സ്ഥലത്ത് എഴുതി. ഇനി നമുക്ക് നോക്കാം. n is a number, I is equal to 1. So നമുക്ക് n is a number, I is equal to 1, factorial is equal to 1 ഇനിഷ്യലൈസ് ചെയ്തു. ഇനി നമ്മൾ n ന്റെ വാല്യൂ നിങ്ങൾ വാങ്ങിച്ചു, ഏതിന്റെ ഫാക്ടോറിയൽ ആണോ ആ വാല്യൂ വാങ്ങിച്ചു. കണ്ടീഷൻ ചെക്ക് ചെയ്തു അല്ലെ. ആ ഐയുടെ വാല്യൂ നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്തു. ഐയുടെ വാല്യൂ എന്നിനെക്കാട്ടിലും കുറവാണെങ്കിൽ നമ്മൾ അകത്ത് വന്നു. ഫാക്ടോറിയൽ is equal to factorial into I പ്രിന്റ് ചെയ്തു. പ്രിന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? പ്ലസ് പ്ലസ് I എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ ഇപ്പൊ 2 മെത്തേഡിൽ നമുക്ക് ഇൻക്രിമെന്റ് ചെയ്യാൻ പറ്റും, പ്രീ ഇൻക്രിമെന്റ് ആൻഡ് പോസ്റ്റ് ഇൻക്രിമെന്റ്. സോ ഇത് I പ്ലസ് പ്ലസ് ആണ് നമ്മുടെ പോസ്റ്റ് ഇൻക്രിമെന്റ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐയുടെ വാല്യൂ കൺസിഡർ ചെയ്യും, ചെയ്ത ശേഷമേ ആഡ് ചെയ്യത്തുള്ളൂ. പ്ലസ് പ്ലസ് I ആണെങ്കിലോ ഐയുടെ ബേസിക് വാല്യൂ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല, ആദ്യമേ തന്നെ ഇൻക്രിമെന്റഡ് വാല്യൂ ആയിരിക്കും കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ ഇപ്പൊ നമ്മൾ I ഓൾറെഡി നിങ്ങളുടെ ഒരു വാല്യൂ, ഫസ്റ്റ് വാല്യൂ ഈസ് ഓവർ, റൈറ്റ്. ഇനി നിങ്ങൾ അതിന്റെ ബേസിക് വാല്യൂ എടുക്കണോ? വേണ്ട. സോ അടുത്ത വാല്യൂ എടുക്കുക. അതാണ് പ്ലസ് പ്ലസ് I നമ്മളിവിടെ കൊടുത്തേക്കുന്നത്. എന്നിട്ട് നമ്മൾ വീണ്ടും ലൂപ്പിൽ വന്നു. ലൂപ്പിൽ വന്നിട്ട് ഐയുടെ വാല്യൂ എന്നിനെക്കാളും ചെറുതാണ്. സോ വീണ്ടും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു, ഇൻക്രിമെന്റ് ചെയ്ത് ഈ ലൂപ്പ് എപ്പോഴാണോ റോങ് ആവുന്നത് അപ്പൊ ഇതിന്റെ പുറത്ത് വന്നിട്ട് നമ്മളിവിടെ പ്രിന്റ് ചെയ്തു.
സെയിം മെത്തേഡ് ആണ്. നമ്മൾ മൂന്നായിട്ട് ഇത് സ്പ്ലിറ്റ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇനിഷ്യലൈസേഷൻ ഒരിടത്ത് എഴുതി, കണ്ടീഷൻ വേറൊരിടത്ത് എഴുതി, പിന്നെ ഇൻക്രിമെന്റ് നമ്മൾ വേറൊരിടത്ത് എഴുതി. ഈ ഡിഫറൻസ് നിങ്ങൾ പഠിച്ചോണം. I പ്ലസ് പ്ലസും പ്ലസ് പ്ലസ് ഐയും തമ്മിലുള്ള ഡിഫറൻസ്. I പ്ലസ് പ്ലസ് ആവുമ്പോൾ നമ്മൾ I ആദ്യമേ എടുക്കും, അത് വെച്ച് ചെയ്ത ശേഷം മാത്രമേ നമ്മൾ ഇൻക്രിമെന്റ് വാല്യൂ വെച്ചിട്ട് ചെയ്യത്തുള്ളൂ. പ്ലസ് പ്ലസ് ഐ ആവുമ്പോൾ നമ്മൾ ബേസിക് വാല്യൂവിനെ ഈ ഐക്ക് എടുക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ, അല്ലാതെ നമ്മൾ ബേസിക് വാല്യൂവിന് ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. ഇൻക്രിമെന്റഡ് വാല്യൂവിനായിരിക്കും നമ്മൾ ആദ്യമേ തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, അതാണ് നമ്മളുടെ വൈൽ ലൂപ്പ് വെച്ചിട്ട് ഫാക്ടോറിയൽ ചെയ്യാനുള്ള ടെക്നിക് പ്രോഗ്രാം. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഡു വൈൽ സ്റ്റേറ്റ്മെന്റ്. ഡു വൈൽ സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡു ദ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ചെക്ക് ദ കണ്ടീഷൻ. അതായത് പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത്, ലൂപ്പിൽ നിന്നും എക്സിറ്റ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. വൈൽ ആണെങ്കിലോ നമ്മൾ അകത്തോട്ട് പോകുമ്പോഴേ വൈൽ കണ്ടീഷൻ ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അങ്ങനെയല്ലേ നമ്മൾ കണ്ടത്. ഇവിടെ ആണെങ്കിൽ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ചെയ്ത ശേഷമാണ് നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. സോ അതുകൊണ്ട് നമ്മൾ പറയുന്നത് വൈൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞ എൻട്രി കൺട്രോളും ഡു വൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിറ്റ് കൺട്രോളും ആണ്. അപ്പൊ നമ്മൾ ബോഡി ഓഫ് ദ വൈൽ ലൂപ്പ് കണ്ടീഷൻ ചെക്ക് ചെയ്തു. കണ്ടോ, ആദ്യമേ ഇത് എന്തായാലും ഒരു വട്ടമെങ്കിലും ചെയ്യും. ചെയ്ത ശേഷമാണ് നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. ട്രൂ ആണെങ്കിൽ നമ്മൾ തിരിച്ചിവിടെ വരും, ഫോൾസ് ആണെങ്കിൽ നമ്മൾ പുറത്തു പോകും. ഓക്കെ, ഇതിപ്പോ നിങ്ങൾ എക്സാമ്പിൾ വരുമ്പോൾ ഇത് വ്യക്തമായിട്ട് മനസ്സിലാവും. ഇങ്ങനെ എക്സാമ്പിൾ വെച്ചിട്ട് പ്രോഗ്രാം ടു ഫൈൻഡ് ഏരിയ ഓഫ് എ റെക്ടാംഗിൾ യൂസിങ് ഡു വൈൽ ലൂപ്പ്. ഏരിയ ഓഫ് എ റെക്ടാംഗിൾ കണ്ടുപിടിക്കാൻ പോകണം. നമ്മള് ഫ്ലോട്ട് ആയിട്ട് ലെങ്ത് ഡിക്ലെയർ ചെയ്തു, ബ്രെഡ്ത്ത് ഡിക്ലെയർ ചെയ്തു, ഏരിയയും ഡിക്ലെയർ ചെയ്തു. ഇവിടെ നമ്മൾ ക്യാരക്ടർ ആയിട്ട് ഒരു CH എന്ന് പറയുന്ന ഒരു വേരിയബിളും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. ആദ്യമേ തന്നെ നമ്മൾ ഡു കണ്ടോ, ഡു ദ സ്റ്റേറ്റ്മെന്റ് ദെൻ ചെക്ക് ദ കണ്ടീഷൻ. അങ്ങനെ ഇത് ഓർത്ത് വെക്കണം. ഡു ദ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ദെൻ ചെക്ക് ദ കണ്ടീഷൻ. ഓക്കെ, സോ ഡു ചെയ്, സി ഔട്ട്, എൻറ്റർ ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത്. So see out, enter the length and breadth. നമ്മൾ ലെങ്ത്തിന്റെ വാല്യൂ കൊടുത്തു, ബ്രെഡ്ത്തിന്റെ വാല്യൂ കൊടുത്തു. Area is equal to length into breadth. See out, area is equal to area. Next step, see out any more rectangle, yes or no. C in CH. കണ്ടോ, ഏരിയ നമ്മൾ കണ്ടുപിടിച്ചു, ഏരിയ പ്രിന്റ് ചെയ്തു. പ്രിന്റ് ചെയ്ത ശേഷം അടുത്ത മെസ്സേജ് നിങ്ങൾക്ക് സ്ക്രീനിൽ വരും. സി ഔട്ട് എനി മോർ റെക്ടാംഗിൾ. ഇനി നിങ്ങൾക്ക് റെക്ടാംഗിൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി വാല്യൂസ് വേണോ, എസ് ഓർ നോ. അപ്പൊ നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്നത്, ഒന്നുകിൽ എസ് കൊടുക്കും അല്ലെങ്കിൽ നോ കൊടുക്കും. അതായത് ഒന്നുകിൽ നമ്മൾ വൈ കൊടുക്കും അല്ലെങ്കിൽ നമ്മൾ എൻ കൊടുക്കും. ആണല്ലോ, ആ CH ആണ് നമ്മൾ ഇവിടെ ഡിക്ലെയർ ചെയ്ത് ഇട്ടേക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇവിടെ പുറത്തു വരും. പുറത്തു വന്നിട്ട് ദാറ്റ് ഈസ് യു ഹാവ് ഓൾറെഡി ഗിവൺ എ വാല്യൂ. അതാണ് ഡു ദ സ്റ്റേറ്റ്മെന്റ്. വാല്യൂ കൊടുത്തു. കൊടുത്ത ശേഷമാണ് വന്നിട്ട് ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, വൈൽ CH is equal to y. സ്മോൾ ലെറ്റർ വൈയോ ക്യാപിറ്റൽ ലെറ്റർ വൈയോ, ഇതാണ് ലോജിക്കൽ ഓർ. നമുക്കറിയാം. ഇതിൽ ഏതെങ്കിലും കൊടുത്തെങ്കിൽ കണ്ടിന്യൂ ചെയ്യുക, വീണ്ടും അത് ഡൂയിൽ വരും, ഇത് ചെയ്യും. ഇപ്പൊ ഇവിടെ നമ്മൾ നോ ആണ് കൊടുക്കുന്നതെങ്കിൽ എന്താ സംഭവിക്കുന്നത്, നോ വന്നു, റിട്ടേൺ 0 ആൻഡ് ക്ലോസ് ബ്രാക്കറ്റ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് ജംപ് സ്റ്റേറ്റ്മെന്റ്. നിങ്ങളോട് ഇങ്ങനെ തന്നെ ചോദിക്കാം, ജംപ് സ്റ്റേറ്റ്മെന്റ്. ആ പേര് മെൻഷൻ ചെയ്ത് ചോദിക്കാം, അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ട് ബ്രേക്ക്, കണ്ടിന്യൂ, ഗോ ടു ആൻഡ് എക്സിറ്റ്. ഈ 4 എണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ള ജംപ് സ്റ്റേറ്റ്മെന്റ്സ്. ഇനി നമ്മൾ അത് ഓരോന്നോരോന്നായിട്ട് പഠിക്കും. ഫസ്റ്റ് നമ്മൾ ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ, അതാണ് പഠിക്കുന്നത്. ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് നമ്മൾ സ്വിച്ച് സ്റ്റേറ്റ്മെന്റിന്റെ ഒപ്പം എഴുതി. ഓർക്കുന്നുണ്ടാവും എന്തിനായിരുന്നു ബ്രേക്ക് യൂസ് ചെയ്തേ, നമ്മളത് അവിടെ വെച്ച് ബ്രേക്ക് ചെയ്തിട്ട് താഴോട്ട് പോകണ്ട, ലൂപ്പിന് ഉള്ളില് ഇനിയും അതിനുശേഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് താഴോട്ട് ചെയ്യണ്ട, ചെയ്യാതെ ലൂപ്പിന് പുറത്തു പോവുക, അതാണ് അല്ലെ ടെർമിനേഷൻ. അതാണ് നമ്മൾ ബ്രേക്ക് വെച്ചിട്ട്
ചെയ്തത് സ്വിച്ചിനകത്തിൽ എഴുതി കേസ് 1 അത് കഴിഞ്ഞ് സ്റ്റേറ്റ്മെന്റ് എഴുതിയ ശേഷം നമ്മൾ താഴെ എന്താ ചെയ്തത് ബ്രേക്ക് അതായത് കേസ് 1 ആണെന്നുണ്ടെങ്കിൽ ചെയ്ത ശേഷം ബ്രേക്ക് ചെയ്ത് സ്വിച്ചിന്റെ ലൂപ്പിൽ നിന്നും ജമ്പ് ചെയ്ത് പോവുക ഇമ്പോർട്ടന്റ് ആണ് ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ ഡിഫറൻസ് ചോദിക്കുന്നതാണ് so when the break statement is encountered inside a loop the loop is immediately terminated and program control resumes at the next statement following the ലൂപ്പിന് പുറത്തു വരും പുറത്തു വന്നിട്ട് അതിനുശേഷമുള്ള സ്റ്റേറ്റ്മെന്റ് എന്താണോ അത് എക്സിക്യൂട്ട് ചെയ്യും ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ടെർമിനേറ്റ് എ കേസ് ഇൻ ദ സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് അപ്പൊ നമ്മൾ ബ്രേക്കിനകത്തിൽ ഞാനിവിടെ എക്സാമ്പിൾ മെൻഷൻ ചെയ്തിട്ടില്ല സ്വിച്ച് പ്രോഗ്രാമിന്റെ ഒരു നമ്മൾ അന്ന് പഠിച്ച ആ ക്ലാസ്സിൽ പഠിച്ച ഒരു എക്സാമ്പിൾ ഇവിടെ എഴുതിയാൽ മതി ഓക്കെ ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ് ആണ് കണ്ടിന്യൂ വാക്കിന്റെ അർത്ഥം എന്താ കണ്ടിന്യൂ ചെയ്ത് പോവുക അല്ലെ അത് ഒരു ഐറ്ററേഷനിൽ ബ്രേക്ക് ചെയ്യാം ഇപ്പൊ നിങ്ങൾക്ക് ഒരു സീരിയൽ നമ്പർ പ്രിന്റ് ചെയ്യണം അല്ല നിങ്ങൾ ഇപ്പൊ എന്താ ചെയ്യുന്നത് നമ്മൾ ന്യൂസ് പേപ്പർ നമ്മളുടെ വീട്ടിൽ അടുക്കി വെക്കുകയാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ന്യൂസ് പേപ്പർ എല്ലാം കൂടെ നമ്മൾ എടുത്ത് വെച്ചിട്ട് നമ്മൾ ഓരോന്നായിട്ട് ന്യൂസ് പേപ്പർ മാത്രമേ നമ്മൾ അടുക്കുന്നുള്ളൂ സോ ന്യൂസ് പേപ്പർ അടുക്കി വന്നപ്പം നമ്മൾ കണ്ടിന്യൂന്റെ എക്സാമ്പിൾ പറയാണ് ന്യൂസ് പേപ്പർ അടുക്കി വന്നപ്പം ഇടയ്ക്ക് നമുക്കൊരു മാഗസിൻ കിട്ടി അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് മാഗസിനെ എടുത്ത് മാറ്റി വെക്കും ഓക്കെ മാറ്റി വെച്ച ശേഷം പിന്നെ അടുത്ത പേപ്പർ എടുത്ത് അടുക്കി വെക്കും അല്ലെ അതാണ് കണ്ടിന്യൂന്റെ എഫക്ട് അതായത് ഓഡ് മാൻ അല്ലെങ്കിൽ സ്പെസിഫൈ ചെയ്ത ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അയാളെ എടുത്ത് മാറ്റി വെച്ച ശേഷം കണ്ടിന്യൂ ചെയ്യുക അതായത് ഐറ്ററേഷൻ കണ്ടിന്യൂ ചെയ്യുക ഐറ്ററേഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഈ തവണ നമ്മൾ ചെയ്യുന്ന ആ ഒരു ജോലി ഉണ്ടല്ലോ ആ സ്റ്റെപ്സ് കണ്ടിന്യൂ ചെയ്തു പോവുക അതാണ് കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ് ബ്രേക്സ് വൺ ഐറ്ററേഷൻ ഇൻ ദ ലൂപ്പ് ഇഫ് എ സ്പെസിഫൈഡ് കണ്ടീഷൻ ഓക്കേഴ്സ് നിങ്ങൾ പറഞ്ഞിരിക്കുന്ന മാഗസിനെ മാറ്റി വെക്കുക അതാണ് കണ്ടീഷൻ ആ കണ്ടീഷൻ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്ന ഐറ്ററേഷൻ അവിടെ വെച്ച് തൽക്കാലം ഒന്ന് നിന്നു നമ്മൾ മാഗസിൻ മാറ്റി വെച്ചു വീണ്ടും നമ്മൾ പേപ്പർ എടുത്തു ആൻഡ് കണ്ടിന്യൂസ് വിത്ത് ദ നെക്സ്റ്റ് ഐറ്ററേഷൻ ഇൻ ദ ലൂപ്പ് ഓക്കെ സോ ബ്രേക്ക് കണ്ടിന്യൂ എന്ന് പറഞ്ഞ ജംപ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് നിങ്ങളോട് അങ്ങനെയും ക്വസ്റ്റ്യൻസ് ചോദിക്കാം എക്സാമിന് ജംപ് സ്റ്റേറ്റ്മെന്റ്സ് ഇൻ C++. സോ അന്നേരം കണ്ടിന്യൂവും ബ്രേക്കും വിത്ത് ദ ഹെൽപ്പ് ഓഫ് എക്സാമ്പിൾ യു ഹാവ് ടു എക്സ്പ്ലെയിൻ ഓക്കെ ഇനി continuous statement example this program skips the value 4 4 എന്നുള്ള വാല്യൂ ഇപ്പൊ ഇവിടെ പ്രോഗ്രാം സ്കിപ്പ് ചെയ്യാൻ പോവാണ് കണ്ടോ 1 2 3 4 ഇല്ല സി അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇന്റ് മെയിൻ പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത് ഫോർ ലൂപ്പ് എഴുതിയിട്ട് i is equal to 0 i less than 10 0യിലാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് അപ്പൊ നമുക്ക് ലെസ് ദാൻ 10 മതി കാരണം 0th നമ്പർ നമ്മൾ ഫസ്റ്റ് നമ്പർ ആയിട്ട് കൗണ്ട് ചെയ്തേക്കുവാണ് അല്ലെ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ സോ 0 to 9 അങ്ങനെ നമുക്ക് 10 നമ്പേഴ്സ് വേണം 10 എണ്ണം വേണം അതാണ് നമ്മൾ ഇവിടെ 10 നമ്മൾ പൂജ്യത്തിൽ കൗണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ലെസ് ദാൻ കൊടുത്തത് ഓക്കെ സോ ഇഫ് i is equal to 4 i യുടെ വാല്യൂ എപ്പോഴാണോ 4 ആകുന്നത് അപ്പോഴും നമ്മൾ കണ്ടിന്യൂ ചെയ്യുക മനസ്സിലായോ എന്നിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് ആ മറ്റേ വാല്യൂസിനെ നമ്മൾ എല്ലാം പ്രിന്റ് ചെയ്യാം സോ അപ്പം നമ്മൾ i is equal to 0 i is equal to 4 അല്ലല്ലോ അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് നേരെ ഇവിടെ വരും 0 പ്രിന്റ് ചെയ്യും വീണ്ടും നമ്മൾ എന്താ ചെയ്യുന്നത് i യുടെ വാല്യൂ ഇൻക്രീസ് ആയപ്പോൾ i 1 ആയപ്പോൾ നോക്ക് ആദ്യമേ കണ്ടീഷൻ നോക്കും 4 അല്ല 4 ആണെങ്കിലേ ഇതിനകത്തോട്ട് കയറത്തുള്ളൂ ഓക്കെ 4 ആണെങ്കിൽ മാത്രമേ ifനകത്ത് കയറത്തുള്ളൂ സോ 1 അല്ല 0 1 കിട്ടി നമ്മൾ ആ 1 പ്രിന്റ് ചെയ്തു 2 കിട്ടി 3 കിട്ടി കഴിഞ്ഞ് പിന്നെ എന്തായി i യുടെ വാല്യൂ 4 ആയി 4 നോക്ക് കണ്ടീഷൻ മാച്ച് ചെയ്തപ്പോൾ നമ്മൾ അതിനകത്ത് കയറി കണ്ടിന്യൂ അതായത് 4 പ്രിന്റ് ചെയ്യാതെ നമ്മൾ വീണ്ടും കണ്ടിന്യൂ ചെയ്തു പോകും ഓക്കെ അപ്പൊ നമ്മൾ അടുത്ത i യുടെ വാല്യൂ 5 ആയി 6 ആയി ഇങ്ങനെ ഇതാണ് നമ്മുടെ കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റിന്റെ യൂസ് ഓക്കെ ഇത് ഇമ്പോർട്ടന്റ് ആണ് നെക്സ്റ്റ് നമ്മൾ ഗോ ടു സ്റ്റേറ്റ്മെന്റ് ഗോ ടു വേർഡിൽ തന്നെ ഉണ്ട് എവിടോ ഒരു സ്ഥലത്ത് പോകാൻ അല്ലെ ഗോ ടു എ പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റ് അത് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത് സിന്റാക്സ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം ഗോ ടു ലേബൽ ലേബൽ എന്ന് പറഞ്ഞിട്ട് ഒരു മാർക്ക് ഉണ്ടാവും ഒരു അടയാളം ഉണ്ടാകും അങ്ങോട്ട് പോവുക അതാണ് സോ നമ്മൾ ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സിന്റെ മുന്നിൽ കാണും അത് ചെയ്ത ശേഷം ഗോ ടു ലേബൽ ദാറ്റ് മീൻസ് ഇത് കഴിഞ്ഞാൽ ഒറ്റ ജമ്പ് ആണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടു കഴിഞ്ഞാൽ നേരെ ഇറ്റ് വിൽ കം ടു ദിസ് പെർട്ടിക്കുലർ ലേബൽ സീ ദിസ് ഇവിടെ വന്നിട്ട് ഈ ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യും അത്രേ ഉള്ളൂ ഗോ ടു സ്റ്റേറ്റ്മെന്റ് ഗോ ടു എ പെർട്ടിക്കുലർ ഏരിയ ജംപ് ടു എ പെർട്ടിക്കുലർ ഏരിയ അതുകൊണ്ടാണ് ഇത് ജംപ് സ്റ്റേറ്റ്മെന്റിന്റെ താഴെ വരുന്നത് ഓക്കെ സോ അതിന്റെ എക്സാമ്പിൾ ആണ് ഇവിടെ ഇപ്പൊ നമ്മൾ ഈവൻ നമ്പർ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗോ ടു സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്തിരിക്കുകയാണ്
hash include IO stream using namespace std into name. Num നമ്മൾ integer ആയിട്ട് declare ചെയ്തു. Enter the number. Cin num നമുക്ക് അറിയാവുന്ന കാര്യമാണ്. If num %2 that is modulus remainder is equal to 0 ആണെങ്കിൽ നമ്മൾ if നാത്തിൽ ഈ എക്സാമ്പിൾ പഠിച്ചപ്പം directly we have given in this area we have given that is see out the number is the entered number is even. നമ്മൾ എഴുതി. ഇവിടെ നമ്മൾ goto ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. So if it is equal to 0, if the num %2 is equal to 0 ആണെങ്കിൽ goto print. So it will come to this area. See, label ഇവിടെ കിടപ്പുണ്ട്. Okay, അവിടെ പോയി even number എന്ന് print ചെയ്യും, return 0 and come out of the program. ഇനി if this is false, ഇത് false ആണെങ്കിൽ it will directly come to the else portion and it will print odd number and end of the program. That's it. Okay. Go to a particular. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇത് ഓക്കെ ആണെങ്കിൽ ആ ഒരു കണ്ടീഷൻ ഓക്കെ ആണെങ്കിൽ നമ്മൾ പ്രിന്റിൽ പോവാം. ഓക്കെ, ഇതാണ് ലേബൽ. പ്രിന്റ് ഇസ് എ ലേബൽ. ആ ലേബൽ ആണ് നമ്മൾ ഇവിടെയും എഴുതിയിരിക്കുന്നത്. അപ്പം ആ കറക്റ്റ് പൊസിഷനിൽ പോയിട്ട് അതിന്റെ താഴെ കിടക്കുന്ന സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. ക്ലിയർ ആയല്ലോ? അടുത്ത ജംപ് സ്റ്റേറ്റ്മെന്റ് എക്സിറ്റ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. എക്സിറ്റ് ഫംഗ്ഷൻ. ഓക്കെ, അത് നമ്മൾ പുറത്തു പോകാൻ വേണ്ടി പ്രോഗ്രാമിൽ നിന്നും ജമ്പ് ചെയ്ത് നമ്മൾ പുറത്തു പോകാൻ വേണ്ടിയിട്ടാണ്, ടെർമിനേറ്റ് ചെയ്യാൻ, പ്രോഗ്രാമിനെ ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു എക്സിറ്റ് എന്ന് പറയുന്ന ജംപ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ പ്രോഗ്രാമിൽ ഉപയോഗിക്കുകയാണെങ്കിൽ IO stream നമ്മൾ ഹാഷ് ഇൻക്ലൂഡ് ചെയ്യാറില്ലേ പ്രീ പ്രോസസ് ഡയറക്റ്റീവ്സിൽ, അതേപോലെ stdlib എന്ന് പറയുന്ന ഹെഡർ ഫയൽ നമ്മുടെ പ്രോഗ്രാമിന്റെ ഒപ്പം ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി അതിൻ്റെ ഒരു എക്സാമ്പിൾ കാണാം. സിൻടാക്സ് ആണ്. എക്സിറ്റ് വാല്യൂ. എക്സിറ്റ് എന്ന് കൊടുക്കുക. ദിസ് എ കീവേഡ് എക്സിറ്റ്, ബ്രാക്കറ്റിൽ വാല്യൂ കൊടുക്കണം. ആ വാല്യൂ ക്യാൻ ബി ഐദർ 0 or 1. ഇപ്പൊ നമ്മൾ എക്സിറ്റ്, ഇവിടെ എക്സിറ്റ് വാല്യൂവിന്റെ സ്ഥലത്ത് ഇഫ് യു ആർ ഗിവിംഗ് 0 ആണെങ്കിൽ ദാറ്റ് മീൻസ് സക്സസ്ഫുൾ ടെർമിനേഷൻ ഓഫ് ദ പ്രോഗ്രാം. ഓക്കെ, ഇനി എക്സിറ്റ് 1 ആണ് കൊടുക്കുന്നതെങ്കിൽ ദാറ്റ് മീൻസ് failure is indicated, abnormal termination of the program. അത്രേ ഉള്ളൂ. So exit 0 you can give, exit 1 you can give. Okay, ഒരു എക്സാമ്പിൾ ഉണ്ട്. നമ്മളിവിടെ പ്രൈം നമ്പർ ആണ് പ്രിന്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. സോ ഇത് കണ്ടോ, ഹാഷ് ഇൻക്ലൂഡ് stdlib.h ഹെഡർ ഫയൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എൻറ്റർ ദ നമ്പർ. ഇതാണ് നമ്മൾ പ്രൈം നമ്പർ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്. ഫോർ ലൂപ്പിന് അതിൽ കൊടുത്തു. 2 വെച്ചിട്ടാണ് നമ്മൾ പ്രൈം നമ്പർ സെറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമ്പർ വിച്ച് യു ആർ ഗോയിങ് ടു ഫൈൻഡ് വെദർ പ്രൈം നമ്പർ ഓർ നോട്ട്, അതാണ് നം പെർസെൻറ്റേജ് i എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യും, നമ്പർ ബൈ 2 കൊണ്ട് അത്രയും സമയം ഡിവൈഡ് ചെയ്ത ശേഷം. സോ ഇഫ് ദിസ് ഇസ് ഓക്കെ, ഇത് 0 ആണെങ്കിൽ, റിമൈൻഡർ 0 ആണെങ്കിൽ, നോട്ട് എ പ്രൈം, ദ നമ്പർ ഇസ് നോട്ട് എ പ്രൈം, എന്നിട്ട് exit 0. That means it comes out of the loop. Okay. ഇനി ഇത് false ആണെങ്കിൽ what will happen? ഇത് false ആണെങ്കിൽ it will come to this line. See out the number is a prime number. അത്രേ ഉള്ളൂ. സോ ഒരു എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് മതി, ഇത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് jump to the end and termination of the program. അതാണ് എക്സിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Now we are going to the new topic, arrays in C++. An array is a collection of elements of same type placed in continuous memory locations. We know that the elements are always being stored in memory of the computer, right? So when we have to do something with homogeneous data or same type of data, same type of elements, if they are sitting in continuous memory locations, they are known as array. Array are used to store a set of values of the same type under a single variable name. ആ അറേയിൽ നമ്മൾ ആ അറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേപോലത്തെ എലമെന്റ്സ്, ഇപ്പം ഇൻറ്റീജേഴ്സ് ആണെങ്കിൽ എല്ലാവരും ഇൻറ്റീജേഴ്സ് ആയിരിക്കും,
ക്യാരക്ടേഴ്സ് ആണെങ്കിൽ എല്ലാവരും ക്യാരക്ടേഴ്സ് ആയിരിക്കും. അങ്ങനത്തെ എലമെന്റ്സിനെ, ഒരേപോലുള്ള എലമെന്റ്സിനെ കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻസിൽ ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് അറേ. ഓക്കെ, ഇപ്പൊ നമ്മൾ എന്ത് കൊടുത്താലും നമുക്കറിയാം മെമ്മറിയിലാണല്ലോ എല്ലാം സേവ് ആവുന്നത്. സോ ആ മെമ്മറിക്ക് എല്ലാത്തിനും ഒരു അഡ്രസ്സ് കാണും. ആ കണ്ടിന്യൂസ് അടുത്തടുത്ത മെമ്മറി ലൊക്കേഷൻസിലായിരിക്കും അറേയുടെ എലമെന്റ്സ് എല്ലായ്പ്പോഴും സ്റ്റോർ ആവുന്നത്. In an array, each element can be accessed using its position in the list and is called index number or subscript. അതിലെ ഓരോ അറേയും നമ്മൾ ആ പൊസിഷൻ പറയുന്നത് ഇൻഡെക്സ് നമ്പർ അല്ലെങ്കിൽ സബ്സ്ക്രിപ്റ്റ്. ഇപ്പം അറേ അതിന് എല്ലായ്പ്പോഴും നമ്മൾ ആ സെറ്റ് ഓഫ് എലമെന്റ്സിന് ഒറ്റ പേര് തന്നെ ആയിരിക്കും. ഇപ്പം അറേ അതിന് ARR എടുത്തു കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും XYZ എന്ത് വേണമെങ്കിലും എടുക്കാം. സോ ARR 0 സബ്സ്ക്രിപ്റ്റിൽ 0 വന്നു കഴിഞ്ഞാൽ ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ദ ഫസ്റ്റ് എലമെന്റ്, 1 ആണെങ്കിൽ ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ദ സെക്കൻഡ് എലമെന്റ്, 2 ആകുമ്പോൾ ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ദ തേർഡ് എലമെന്റ്, അങ്ങനെ പോകും. ഓക്കെ, സോ അങ്ങനെയാണ് ഒരു അറേയെ നമ്മൾ മെമ്മറി ലൊക്കേഷനിൽ ലൊക്കേറ്റ് ചെയ്യുന്നത്. അറേസ് പലതരമുണ്ട്. നമുക്കിപ്പോൾ ആദ്യം 1 ഡയമെൻഷണൽ അറേ കാണാം. 1 ഡയമെൻഷണൽ അറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ഒരു സിംഗിൾ റോ ആയിരിക്കും അല്ലെങ്കിൽ ഒരു സിംഗിൾ കോളം ആയിരിക്കും. അതാണ് ഒരു 1 ഡയമെൻഷണൽ അറേ. That is, it is 1 dimensional array or single dimensional array is a type of linear array. Accessing its elements involves a single subscript which can be either a row or a column. ഒറ്റ സബ്സ്ക്രിപ്റ്റേ കാണത്തുള്ളൂ. അത് ഒന്നുകിൽ ഒരു റോ ആയിരിക്കും അല്ലെങ്കിൽ ഒരു കോളം ആയിരിക്കും. അതാണ് 1 ഡയമെൻഷണൽ അറേ. ഒരു സെറ്റ് ഓഫ് എലമെന്റ്സ്, ഒരു നേരെ ഒരു റോ ആയിട്ടിരിക്കും അല്ലെങ്കിൽ ഒരു കോളം ആയിട്ടിരിക്കും. അതാണ് 1 ഡയമെൻഷണൽ അറേ. അറേ ഡിക്ലറേഷൻ, അതായത് 1 ഡയമെൻഷണൽ അറേയെ എങ്ങനെ ഡിക്ലെയർ ചെയ്യാം എന്നാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. അതിന്റെ സിന്റാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ ടൈപ്പ്, ഏത് ടൈപ്പ് ഓഫ് എലമെന്റ്സ് ആണ്, അറേയുടെ പേര്, അതാണ് അറേ നെയിം, ആൻഡ് സൈസ് ഓഫ് ദ അറേ. അത് എപ്പോഴും നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ തന്നെ കൊടുക്കണം, സൈസ് എപ്പോഴും. ഓക്കെ, ഇപ്പൊ അതിന്റെ എക്സാമ്പിൾ ഇന്റ് ഡേറ്റ ടൈപ്പ് നം എന്നുള്ളതാണ് അറേയുടെ പേര്, 10 ആണ് അറേയുടെ സൈസ്. നമ്മളത് സെമി കോളൻ വെച്ച് എൻഡ് ചെയ്യണം ആ സ്റ്റേറ്റ്മെന്റ്. സോ ഇതാണ് ഇപ്പൊ ഇവിടെ ഒരു അറേ ലൊക്കേഷൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നം 0 കണ്ടോ, ഫസ്റ്റ് എലമെന്റ്, ഇത് സെക്കൻഡ് എലമെന്റ്, ഇത് തേർഡ് എലമെന്റ്, അങ്ങനെ പോകും. ഓക്കെ, അപ്പൊ ഇതാകുമ്പോഴത്തേക്കും n-1th എലമെന്റ് ആയിരിക്കും വരുന്നത്. 10 എലമെന്റ് ഉണ്ട്, 0 മുതലായതുകൊണ്ട് നം 9 വരെ മാത്രമേ വരത്തുള്ളൂ. അപ്പൊ ഇത് 10 എലമെന്റ് വരും. ഓക്കെ, സോ ഡിക്ലറേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. അതിന്റെ സിന്റാക്സ് വി ഹാവ് ടു നോ. അടുത്തത് അറേ ഇനിഷ്യലൈസേഷൻ. നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യാൻ നമ്മൾ പഠിച്ചു. ഇനിഷ്യലൈസേഷനും ഡിക്ലറേഷനും ഒക്കെ പഠിച്ചില്ലേ. സോ ഇനിഷ്യലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ at the starting itself you are telling what is the starting value of that. Sum is equal to 0, factorial is equal to 1. അങ്ങനെ നമ്മൾ ഇനിഷ്യലൈസ് ചെയ്തായിരുന്നു. അതേപോലെ തന്നെ അറേയ്ക്കും നമുക്ക് ആദ്യമേ തന്നെ സെറ്റ് ഓഫ് വാല്യൂസ് നമുക്ക് കൊടുക്കാൻ സാധിക്കും. അതിനു വേണ്ടിയാണ് array elements can be initialized in the declaration statements in the same manner as in the case of variables, except that the values must be included in braces. വാല്യൂസ് ബ്രാക്കറ്റിൽ കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം സെയിം ആണ് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ int mark 5 കണ്ടോ, അപ്പൊ ഇവിടെ 5 ആണ് സൈസ്. സോ ഇവിടെ നമ്മൾ കേളി ബ്രാക്കറ്റിന്റെ അകത്തിൽ 5 വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ ഇവിടെ ക്യാരക്ടർ ഫ്രൂട്ട് 5. സോ ഇപ്പൊ ഇവിടെ ആപ്പിൾ ക്യാരക്ടർ ആയതുകൊണ്ട് നമ്മളിവിടെ സിംഗിൾ കോട്സിനകത്തിൽ ഓരോ എലമെന്റ്സിനെ മെൻഷൻ ചെയ്തു. ഓക്കെ, ഇതാണ് അറേ ഇനിഷ്യലൈസേഷൻ. സിംഗിൾ ഡയമെൻഷണൽ 1 ഡയമെൻഷണൽ അറേ ഇനിഷ്യലൈസേഷനും ഡിക്ലറേഷനും നമ്മളിപ്പം പഠിച്ചു. Here's an example for 1 dimensional array. Program to find sum of 5 numbers using array. 5 numbers you are reading and then you are adding it and you are printing the sum. So hash include നമുക്ക് ഇവിടെ int main വരെ നമുക്ക് as usual you have to write. Then integer declare ചെയ്തു, that is array നെ നമ്മൾ variables നെ നമ്മൾ declare ചെയ്തു, integer data type int data type ആയിട്ട്. ARR 5 is the size and ARR is the name of the array. I is the for loop variable. Sum is the variable where the result is being stored and it is initialized as 0. Okay, enter the numbers print ചെയ്ത് വരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫോർ ലൂപ്പിൽ i is equal to 0, i less than 5 നമുക്ക് 5 നമ്പർ ആണ് പ്രിന്റ് ചെയ്യേണ്ടത്, റൈറ്റ്. സോ അവരെ റീഡ് ചെയ്യുക, അവരുടെ സം പ്രിന്റ് ചെയ്യുക. സോ ഇപ്പോൾ നമുക്ക് 0യിൽ തുടങ്ങുന്നത് കൊണ്ട് നമുക്ക് 4 എലമെന്റ്സ് വരെ
മതി. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ലെസ് ദാൻ 5 എഴുതിയിരിക്കുന്നത്. സോ ആദ്യമേ ഐയുടെ വാല്യൂ 0 ആവുമ്പോൾ ARR I, that is first number വാങ്ങിക്കും, ARR 0. It will read the first element. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. Sum basically initially it was 0. Add ചെയ്തിട്ട് റിസൾട്ട് സമ്മിൽ പ്രിന്റ് ചെയ്യും. Again it will come up. ഐയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യും. It will become 1. So ഇവിടെ 1 substitute, that is the second value. അങ്ങനെ ഇത് rotate ചെയ്ത് it will going on adding, keep on adding, and then എപ്പോഴാണോ അത് 5 ആവുന്നത് it will exit the loop and print the value of sum. Okay. ഇവിടെ നമ്മൾ എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. enter the numbers എന്ന് വരും. /n കൊടുത്തിരിക്കുന്നത് കൊണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ഇത്രയും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞിട്ട് താഴത്തെ ലൈനിൽ കഴ്സർ വന്ന് നിൽക്കും. അവിടെ you have to enter the values. അത് കഴിഞ്ഞ് താഴെ you will get the sum. Okay. So this is how sum of 5 numbers using array. n numbers ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ARR of എന്തെങ്കിലും ഒരു ലിമിറ്റ് മസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കണം. ഇവിടെ ലിമിറ്റ് കൊടുക്കണം. പക്ഷെ നമ്മൾ ഇവിടെ n ന്റെ വാല്യൂം നമ്മൾ റീഡ് ചെയ്യണം. സോ ഇവിടെ നമ്മൾ I less than 5 ന്റെ അവിടെ you have to give n. Okay. ഇവിടെ program to print set of numbers in ascending order. നമ്മളിപ്പോൾ ascending orderൽ നമുക്ക് പ്രിന്റ് ചെയ്യണം. 1 2 3 4 അതാണല്ലോ ascending order. അതിനു വേണ്ടിയിട്ട് hash include IO stream using namespace int main. After that int I is a counter. ഇവിടെ നമ്മൾ ഒരു കൗണ്ടറും കൂടെ, അതായത് ഒരു ഫോർ ലൂപ്പും കൂടെ വേണ്ടി വരും. j എന്ന് പറയുന്ന ഒരു ഫോർ ലൂപ്പും കൂടെ വേണ്ടി വരും. n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര എലമെന്റ്സ് ഉണ്ട് അതാണ് n. temp എന്ന് പറയുന്ന ഒരു ടെമ്പററി വേരിയബിൾ യൂസ് ചെയ്യുന്നുണ്ട്. ARR of 15. This is the array. Okay, ARR is a name and 15 is a size. ഇപ്പോൾ ഇവിടെ 15 സൈസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ 15 എലമെന്റ്സ് വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പക്ഷെ 15 എക്സീഡ് ചെയ്ത് പോവാൻ പാടില്ല. അതായത് എനിക്ക് 0 മുതൽ 14 നമ്പേഴ്സ് വരെ, അതായത് ടോട്ടൽ 15 നമ്പേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്യത്തക്ക പോലെ ഉള്ള അറേ ആണ് ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്പർ ഓഫ് എലമെന്റ്സ് ഷുഡ് ബി ഓൾവേസ് വിത്തിൻ ദിസ് 0 മുതൽ 14, അതായത് ടോട്ടൽ 15 എലമെന്റ്സ് വരെ, മാക്സിമം 15 എലമെന്റ്സ് വരെ നമുക്ക് കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. ബിക്കോസ് ഇവിടെ സൈസ് വി ഹാവ് മെൻഷൻഡ് ആസ് 15. ഓക്കെ, സോ എൻറ്റർ ദ നമ്പർ ഓഫ് എലമെന്റ്സ് സി ഇൻ n. നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് എൻറ്റർ ചെയ്തു. ഇനി എൻറ്റർ ദ എലമെന്റ്സ്. ഇനി 1 by 1 യു ആർ ഗെറ്റിംഗ് ദ എലമെന്റ്സ്. ഫോർ ദാറ്റ് ലൂപ്പ് ഓപ്പൺ ചെയ്തു. കണ്ടോ, I is equal to 0, I less than n, I plus plus, C in ARR of I. ഓരോ നമ്പേഴ്സ് വെച്ചിട്ട് നമുക്ക് ഇവിടെ വാങ്ങും. നമ്മൾ n ന്റെ വാല്യൂ എന്താണോ ഇവിടെ കൊടുക്കുന്നത് അത്രയും പ്രാവശ്യം ലൂപ്പ് റൊട്ടേറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് അത്രയും വാല്യൂസ് നമ്മൾ ഇവിടെ വാങ്ങും. അത് കഴിഞ്ഞിട്ട് ഹിയർ കംസ് ദ പ്രോസസ്. ഇതാണ് നമ്മുടെ പ്രോസസ്. For I is equal to 0, I less than n, I plus plus. That is first loop. Then for j is equal to I plus 1, j less than n, j plus plus. ഇതാണ് നിങ്ങളുടെ സെക്കൻഡ് ലൂപ്പ്. ഇപ്പൊ നിങ്ങൾക്ക് നമ്പേഴ്സ്, ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. അവരെ അറേഞ്ച് ചെയ്യണമെങ്കിൽ ആക്ച്വലി വാട്ട് വി ആർ ഡൂയിങ്, നമ്മൾ ആദ്യത്തെ നമ്പറിനെ എടുക്കും, അതിനെ രണ്ടാമത്തെ നമ്പറുമായിട്ട് കമ്പയർ ചെയ്യും, മൂന്നാമത്തെ നമ്പറുമായിട്ട് കമ്പയർ ചെയ്യും, നാലാമത്തെ നമ്പറുമായിട്ട് കമ്പയർ ചെയ്യും. അപ്പൊ എപ്പോഴാണോ നമ്മൾ അങ്ങോട്ട്, ഇപ്പൊ നിങ്ങൾക്ക് ഒരു എടുത്ത ആദ്യത്തെ നമ്പറിനേക്കാളും ചെറിയ ഒരു സ്മോൾ നമ്പർ കിട്ടുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യും. ചെറിയ നമ്പറിനെ നമ്മൾ, സ്മോൾ നമ്പറിനെ നമ്മൾ മാറ്റി വെക്കും അല്ലെ. അപ്പൊ അതിനു വേണ്ടി അപ്പൊ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഐയുടെ, അതായത് ഫസ്റ്റ് വാല്യൂവിനെ വെച്ചിട്ട് നമ്മൾ താഴോട്ടുള്ള എല്ലാ നമ്പേഴ്സിനെ നമ്മൾ കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ യു വിൽ ഗെറ്റ് ദ സ്മോളസ്റ്റ് നമ്പർ ബൈ ദ സൈഡ് അല്ലെ. സ്മോളസ്റ്റ് നമ്പറിനെ നിങ്ങൾക്ക് മാറ്റി വെക്കാനായിട്ട് സാധിക്കും. പിന്നെ നിങ്ങൾ എന്താ ചെയ്യുന്നത്, അത് മാറ്റി, അപ്പൊ ഏറ്റവും ചെറിയ നമ്പർ സെപ്പറേറ്റ് ചെയ്തു. നെക്സ്റ്റ് വിൽ ഗോ ടു ദ നെക്സ്റ്റ് നമ്പർ. രണ്ടാമത്തെ നമ്പർ എടുക്കും. രണ്ടാമത്തെ നമ്പർ എടുത്തു കഴിഞ്ഞാൽ ആ നമ്പറിനെയും ഇതേപോലെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നിങ്ങൾക്ക് സെക്കൻഡ് നമ്പർ കിട്ടും. അങ്ങനെയാണ് നമ്മൾ ഇത് കംപ്ലീറ്റ് അറേഞ്ച് ചെയ്യുന്നത് അല്ലെ. ആ കൂട്ടത്തിൽ നമ്മൾ ഇന്റർചേഞ്ച് ചെയ്യുന്നുണ്ട്, ജമ്പ് ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോ ഇത് നോക്കിയേ. ഫോർ I is equal to 0, I less than n, I plus plus, j is equal to I plus 1. കണ്ടോ, I 0 ആവുമ്പം j എന്ന് പറഞ്ഞാൽ I plus 1. അപ്പൊ ഇവിടെ നമുക്ക് I 0 ആയപ്പോൾ ഫസ്റ്റ് നമ്പർ കിട്ടി, I plus 1 ആയപ്പോൾ നമുക്ക് സെക്കൻഡ് നമ്പർ കിട്ടി. കണ്ടോ, സോ ഇതിനെ നിങ്ങൾ കമ്പയർ ചെയ്യാൻ പോകണം. ഇഫ് ARR of I greater than ARR of j,
ആണെങ്കിൽ, അതായത് I എന്നുള്ള ആ ഒരു വാല്യൂ j എന്ന് പറയുന്ന വാല്യൂവിനെക്കാട്ടിലും വലുതാണെങ്കിൽ, നമുക്ക് സ്മോൾ നമ്പറിനെയാണ് മാറ്റേണ്ടത്. വലുതാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യണം, ഇവരെ രണ്ടുപേരെ, അല്ലെ? ചെറിയ വാല്യൂ ഫ്രണ്ടിൽ വരണം, അങ്ങനെയാണല്ലോ. അത് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 3 സ്റ്റെപ്പ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ നമുക്കറിയാം, ഒരു സമയത്ത് ഒരു വേരിയബിളിനകത്തിൽ ഒരു വാല്യൂ മാത്രമേ സേവ് ആവത്തുള്ളൂ. സപ്പോസ് a is equal to, നമ്മളിപ്പോൾ ഇവിടെ a യുടെ വാല്യൂ നിങ്ങൾ 5 ഇട്ട് കൊടുത്തു. ഓക്കെ, അത് കഴിഞ്ഞ് നിങ്ങൾ aക്ക് 6 എന്നുള്ള വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? 5 ഇതിനകത്ത് നിന്ന് മാറും. 6 ആയിരിക്കും ഇവിടെ വന്ന് എക്കകത്തിൽ സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇന്റർചേഞ്ച് ചെയ്യുന്ന സമയത്ത്, ഇപ്പം എയുടെ വാല്യൂ നിങ്ങൾക്ക് ബിയുമായിട്ട് ഇന്റർചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഓൾവേസ് എക്കകത്തിൽ ഒരു വാല്യൂ കിടപ്പുണ്ട്, ബിക്കകത്തിൽ വേറൊരു വാല്യൂ കിടപ്പുണ്ട്. ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? എയുടെ വാല്യൂ നമ്മൾ ആദ്യം ബിക്കകത്ത് കൊണ്ടിട്ട് കഴിഞ്ഞാൽ ബിയുടെ വാല്യൂ അങ്ങ് പോകത്തില്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ ബിയുടെ വാല്യൂവിനെ നമ്മൾ സേഫ് ആയിട്ട് എവിടെയെങ്കിലും കൊണ്ടുവന്ന് വെക്കണം, അല്ലെ എയുടെ വാല്യൂവിനെ സേഫ് ആയിട്ട് കൊണ്ടുവന്ന് എവിടെയെങ്കിലും വേറൊരു വേരിയബിളിനകത്ത് ഇതിനെ സൂക്ഷിച്ചു വെച്ച ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യും. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. temp is equal to ARR of I. നമുക്കറിയാം, അസൈൻമെന്റ് ആവുമ്പം റൈറ്റ് സൈഡിൽ കിടക്കുന്നത് ലെഫ്റ്റ് സൈഡിലോട്ട് ആണ് സ്റ്റോർ ആവുന്നത്, ആണല്ലോ. അപ്പൊ ARR of I എന്ന് പറയുന്ന വാല്യൂവിനെ ഞാൻ temp എന്ന് പറയുന്ന വേരിയബിളിനകത്തിൽ സേവ് ചെയ്ത് വെച്ചു. ഇനി എനിക്ക് ഓവർലാപ്പ് ചെയ്ത പ്രശ്നമില്ലല്ലോ, because I have already kept it. Okay, I have already saved it and under the name temp അവിടെ വെച്ചു. ഇനി ARR of j യുടെ വാല്യൂവിനെ ARR of I ലോട്ട് അസൈൻ ചെയ്തു. ഓക്കെ, ഇനിയിപ്പോ ഓവർലാപ്പ് ചെയ്യണ്ട, because ARR of I is all now it is in the safest condition. Okay, അപ്പൊ നമ്മൾ j യുടെ വാല്യൂവിനെ I ലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ടെമ്പിൽ എന്താ നമുക്കുള്ളത്? ടെമ്പിൽ we are having ARR of I, right? ആ വാല്യൂവിനെ നമ്മൾ ARR of j ലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇന്റർചേഞ്ച് ചെയ്തേ കണ്ടോ? അപ്പൊ ARR of j രണ്ടാമത്തെ വാല്യൂ ആദ്യത്തെ വാല്യൂവിന്റെ സ്ഥലത്ത് വന്നു, ആദ്യത്തേത് രണ്ടാമത്തേന്റെ അടുത്ത് വന്നു. ഇത്രയും സ്റ്റെപ്സ് മാത്രം ചെയ്താൽ മതി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് സി ഔട്ട് അസെൻഡിങ് ഓർഡർ ഇവിടെ നമ്മൾ പ്രിന്റ് ചെയ്യണം, ഓരോ വാല്യൂവിനെയും പ്രിന്റ് ചെയ്യണം. ഫോർ അഗൈൻ ഗോ ടു ദ ലൂപ്പ് I is equal to 0, I less than n, I plus plus, C out ARR of I. അപ്പോൾ നമ്മൾ അത് പ്രിന്റ് ചെയ്തുകൊണ്ട്. ഓക്കെ, സോ ഇതാണ് ടെക്നിക്. ഇത് അസെൻഡിങ് ഓർഡർ ആണ്. ഇതിൽ ഡിസെൻഡിങ് ഓർഡർ ചെയ്യണമെങ്കിൽ ഈ ഒരു സൈൻ മാത്രം, നിങ്ങൾ ഇവിടെയുള്ള ഈ ഒരു ഗ്രേറ്റർ ദാൻ സൈൻ മാത്രം ചേഞ്ച് ചെയ്താൽ മതി. മേക്ക് ഇറ്റ് less than sign, the program will be for descending order. So both are important, sorting, ascending order and descending order. ബാക്കിയെല്ലാം സെയിം ആണ്. ഓക്കെ, അടുത്തത് 2-dimensional array, 2D array. അതിന് വേണ്ടി എന്താ വരും? റോയും വരും, നമ്പർ ഓഫ് റോ ആൻഡ് നമ്പർ ഓഫ് കോളംസ് വരും. നമ്മുടെ മെട്രിക്സ് അതാണ് 2-dimensional array. ഓക്കെ, സോ അവിടെ നമ്മൾ മറ്റേത് നമ്മൾ ഒരു സ്ക്വയർ ബോക്സേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ നമ്മൾ ഇന്റ് രണ്ടെണ്ണം വരും. ഫസ്റ്റ് വിൽ റെപ്രസെന്റ് ദ റോ ആൻഡ് സെക്കൻഡ് വിൽ റെപ്രസെന്റ് ദ കോളം. ഇത് വേറെ ഒരെണ്ണം. ഇത് കുറച്ച് എക്സാമ്പിൾസ് ആണ്. Has types such as int square bracket square bracket. First square bracket will include the number of rows and second will include the number of columns. Okay, so ഇതാണ് അതിന്റെ array declaration. 2-dimensional arrayയുടെ data type, array name, number of rows and number of columns. Here comes the example, int ARR of 2, 3. That is 2 rows and 3 columns. This is array initialization. 2, 3 are there. ആദ്യത്തേന്റെ അപ്പം 2 റോയും 3 കോളും, അങ്ങനല്ലേ? So this is the first set and this is the second set. ഒന്നുകിൽ ഇങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇവരെ സെയിം ഒറ്റ ബ്രാക്കറ്റ് ആയിട്ട് വേണമെങ്കിൽ കൊടുക്കാം. This is array initialization. രണ്ടിന്റെയും initialization declaration നമ്മൾ കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കണം. അത് മാത്രമായിട്ട് വേണമെങ്കിൽ ചോദിക്കാം. ഇവിടെ നമ്മൾ program to create a matrix with m rows and n columns. Just we are creating it. Okay. So hash include using namespace int main. അത് കഴിഞ്ഞിട്ട് int I j loopന്റെ variable m n, അതായത് number of rows m ഉം number of columns n ഉം, and then this is the matrix mat 10 10. അതായത് mat എന്ന് പറയുന്നത് പേരാണ്, 10 number of rows and 10 number of columns.
See out, enter the number of rows, m in the value, enter the number of columns, n in the value. Next, you have to get the elements. For that, come inside the loop. For I is equal to 0, I less than m, I plus plus, j is equal to 0, j less than n, j plus plus. Okay. So, അപ്പം ആദ്യമേ 0th j യും sorry 0 ഫസ്റ്റ് വാല്യൂ നമുക്കറിയാം മാട്രിക്സിൽ നമ്മൾ എപ്പോഴും എങ്ങനെ എഴുതുന്നത് 0 0 അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് എലമെന്റിനെ നമ്മൾ ഈ ഒരു പൊസിഷനിലാണ് പറയുന്നത് 0 0 and then comes 0 1 അങ്ങനെയല്ലേ നമ്മൾ എഴുതുന്നത് 0 1 അത് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങനെ എഴുതും 1 0 ഇങ്ങനെയല്ലേ നമ്മൾ ഒരു മാട്രിക്സ് റെപ്രസെന്റ് ചെയ്യുന്നത് സോ അതാണ് ഇവിടെ വന്നിരിക്കുന്നത് അതേപോലെ ഇത് അക്സെപ്റ്റ് ചെയ്തോളൂ ഓക്കേ സോ I is equal to 0 I less than m I plus plus ഇവിടെ number of rows and number of columns നമ്മൾ സ്പെസിഫൈ ചെയ്യുക C in matrix ആണ് നമ്മുടെ പേര് IJ ആണ് നമ്മുടെ റോയും കോളം ഓക്കേ അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രിന്റ് ചെയ്യാൻ പോവാണ് C out matrix is സോ അതേപോലെ തന്നെ I is equal to 0 I less than m I plus plus ഇവിടെ C out endl എന്ന് പറഞ്ഞാൽ \n ന്റെ എഫക്റ്റ് തന്നെയാണ് ന്യൂ ലൈൻ അപ്പോൾ ഓരോ റോ കഴിയുമ്പോൾ ഓരോ ലൈൻ എഴുതി കഴിയുമ്പോൾ അടുത്തത് ന്യൂ ലൈനിൽ വരണം എന്നുള്ളതിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ആണ് ഇവിടെ endl വെച്ച് പറഞ്ഞിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് for j is equal to 0 j less than n and then values പ്രിന്റ് ചെയ്യും ഇവിടെ /t കൊടുത്തിട്ടുണ്ട് /t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാബിന്റെ എഫക്റ്റ് ആണ് നമുക്കറിയാം നമ്മളുടെ കീബോർഡിൽ ഒരു ടാബ് കീ ഉണ്ട് ടാബ് കീ നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മളുടെ കഴ്സർ പൊസിഷൻ ഒരു പൊസിഷനിൽ നിന്നും 4 സെൽ ജമ്പ് ചെയ്ത് അടുത്ത സ്ഥലത്ത് വരും ഒരു അകലം വരാൻ വേണ്ടി ഈക്വൽ ആയിട്ട് ഒരു ഗ്യാപ്പ് വരും അതിനു വേണ്ടിയിട്ട് നമ്മൾ ടാബ് സെറ്റ് ചെയ്യും അതിനുള്ളതാണ് ഈ /t n പോലെ തന്നെ /t and then return 0 so this is how to accept a matrix and then or to input a matrix and then to print that matrix in the matrix format okay എല്ലാവർക്കും ക്ലിയർ ആയല്ലോ നമ്മളിപ്പം കണ്ടത് 1 dimensional array and 2 dimensional array now what is multi-dimensional array that's 2 dimension is also it also comes under multi-dimensional array okay so അപ്പോൾ അവിടെ നമുക്ക് പറയുമ്പോഴത്തേക്കും സൈസ് എത്ര n സൈസ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും അതായത് in C++ multidimensional arrays can be defined as array of arrays data in multidimensional arrays are stored in tabular form row major orderലായിരിക്കും നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് അതിന്റെ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ data type you have to say array name as usual ഇവിടെ മാത്രമേ വ്യത്യാസം വരത്തുള്ളൂ നമുക്ക് മൾട്ടി ഡയമെൻഷണൽ ആണ് അല്ലേ സോ എത്ര ഡയമെൻഷണൽ ആണെന്ന് നമുക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അതനുസരിച്ച് നമുക്ക് അത്രയും സൈസ് അവിടെ മെൻഷൻ ചെയ്യണം അത്രയും സൈസ് പഴയതുപോലെ തന്നെ എത്രയാണോ നിങ്ങൾക്ക് എത്ര ഡയമെൻഷണൽ ആണോ വേണ്ടത് അതനുസരിച്ച് അത്രയും സൈസ് നമ്മൾ ഇവിടെ കൊടുക്കുക ഇതിൽ നമുക്കറിയാം ഡേറ്റ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വേരിയബിളിന്റെ കാറ്റഗറി ആണ് പറയുന്നത് array name of the array and size 1 to size n sizes of the dimensions okay so ഇങ്ങനെയാണ് ഒരു മൾട്ടി ഡയമെൻഷണൽ array നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത് ഇവിടെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട് 2 dimensional array int 2 dimensional 10 20 row and column 3 dimensional array ആകുമ്പോഴത്തേക്കും 3 സൈസ് 3 dimensional അല്ലേ so 3D array so this is the size ഇങ്ങനെയാണ് നമ്മൾ ഒരു മൾട്ടി ഡയമെൻഷണൽ arrayയുടെ ഡിക്ലറേഷൻ ചെയ്യുന്നത് ഓക്കെ ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട് int mat 5 10 that means the total number of elements will be 5 into 10 50 right ഇവിടെ 5 multidimensional 3 dimensional വന്നപ്പോഴത്തേക്കും 5 10 and 20 so total number of elements will be 5 into 10 into 20 okay so this is the way how the number of elements can be written അപ്പോൾ നമുക്ക് ഇവിടെ ഇനിഷ്യലൈസേഷൻ ചെയ്യണമെങ്കിൽ നമ്മൾ നേരത്തെ 2 dimensional ചെയ്ത പോലെ തന്നെ you have to mention the size here എന്നിട്ട് അത്രയും വാല്യൂസ് നമ്മൾ curly ബ്രാക്കറ്റിന്റെ ഉള്ളിൽ കൊടുത്താൽ മതി സോ സെക്കൻഡ് മൊഡ്യൂളിന്റെ പാർട്ട് 1 അതിനകത്തിൽ നമ്മൾ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് കവർ ചെയ്തു ജംപ് സ്റ്റേറ്റ്മെന്റ്സ് കവർ ചെയ്തു array എന്താണ് types of arrays and initialization അത്രയും കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്തു Hope it was clear for you. Thank you.